ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുറ്റത്ത് ഇരുമൻപുളി മരത്തേൽ നിറയെ പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, കൊല കൊലയായിട്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു തൊടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ ആയിട്ട് നമ്മൾ മാങ്ങക്കറിയും നാരങ്ങക്കറിയൊക്കെ ഉണ്ടാക്കും പോലെ അതിന് പകരമായിട്ട് ഒരു ഇരുമൻപുളി വെച്ചിട്ട് തൊടുകറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് കുറച്ച് പുളി ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നമ്മൾ പുളി എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ മൂത്ത് പോയ പുളി എടുക്കരുത്. അതാകുമ്പോൾ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അലന്ന് പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു മീഡിയം പാകത്തിനുള്ള ഒരു ഇളം പാകത്തിൽ നിന്ന് ഒന്നുകൂടി ചെറിയൊരു മൂപ്പായ രീതിയിലുള്ളത് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആ പാകത്തിന് പുളി ഉണ്ടാവും, വേഗം അലന്നും പോവില്ല. എന്നിട്ട് അതിൻ്റെ തലയും വാലൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും തലയും വാലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് വരാം. എന്നിട്ടിത് 4 കഷ്ണാക്കി കീറിയിട്ട് വീണ്ടും അത് നടുവെച്ച് ഒന്നുകൂടി കീറി, ആ രീതിക്കാട്ടോ ഇപ്പോൾ ഞാൻ കീറിയെടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാനിങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് മുഴുവനും അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അലുമിനിയത്തിൻ്റെ പാത്രത്തിലോ ഒന്നും അച്ചാറുണ്ടാക്കാൻ നേരത്ത്, ഇരുമൻപുളി അച്ചാറുണ്ടാക്കാൻ നേരത്ത് എടുക്കരുത്. ആ പാത്രം തുളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുതിയ പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് തുള വീഴും കേട്ടോ. അതുപോലെ നമ്മൾ അച്ചാറാക്കണ പാത്രവും പുതിയ പാത്രങ്ങൾ, പുതിയ ചീനച്ചട്ടി അങ്ങനത്തെ ഒന്നും എടുക്കരുത്, പെട്ടെന്ന് തുള വീഴും. അപ്പോൾ ഇതുപോലെ ചില്ലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിൽ, മൺകലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ പുരട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ പഴയ പാത്രങ്ങളുണ്ടാവുമല്ലോ, അതായാലും വലിയ കുഴപ്പമുണ്ടാവില്ല. കൂടുതലും നല്ലത് ഈ മൺപാത്രം അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രമൊക്കെയാണ്. എന്നിട്ട് അതവിടെ പാകത്തിന് ഉപ്പൊക്കെ തേച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കട്ടക്കായ ആട്ടോ ഉപയോഗിക്കാറ്, പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ കായം ഞാൻ വറുത്ത് വെച്ചതാണത്. പിന്നെ ഉലുവയും കടുകും വറുത്തെടുക്കണം. അപ്പോൾ കടുകാണ് ഇതിൽ നമ്മൾ കൂടുതൽ ചേർക്കണത്. 1.5 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഈ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, വെറുതെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ചട്ടിയിൽ കടുക് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ ഉലുവ ഒരു പേരിന് മാത്രം മതി, കടുകാണ് കൂടുതൽ എടുത്തേക്കണത്. അങ്ങനെ അത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് മൂന്നും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടാറാനായിട്ട് വെച്ചതാണ്, അത് പൊടിച്ചെടുക്കണം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അച്ചാറാക്കാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കളറിന് വേണമെങ്കിൽ കാശ്മീരിയും ചേർക്കാം, അതല്ല സാധാ മുളക് പൊടി മാത്രം ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എരിവിനിപ്പോൾ നമ്മളെടുത്ത പുളിക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പൊടി ഒന്ന്, ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കായിരിക്കും കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേനും നമ്മുടെ കടുകും ഉലുവയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കായും. അപ്പോൾ അതും നമ്മൾ വറുത്ത് വെച്ചേക്കണതാണല്ലോ. അപ്പോൾ അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചട്ടി കത്ത് പിടിക്കും, പിന്നെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ പുളിയിൽ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചേക്കണതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ പുളിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ആ വെള്ളവും ഈ വെള്ളം കൂടി ആകുമ്പോൾ നമ്മുടെ അച്ചാറിന് വെള്ളം അധികമായി പോവും. അപ്പോൾ ഇനി ഈ പൊടിച്ച് വന്നതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൊടികളെല്ലാം ചേരുമ്പോൾ ഒരു കുറുകൽ വരും അച്ചാറിന്. അപ്പോൾ അതിനും കൂടി കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കണ വരെയും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ടേക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇനി നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാറിന് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്നും അരിഞ്ഞ സമയം പോണില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ തുള്ളി പോലും എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വിനാഗിരി ചേർത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് സമയം മാത്രമല്ല, അപ്പോൾ ടേസ്റ്റ് കുറയുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഒരു കുറവും ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കൂട്ടി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അച്ചാറാണല്ലോ. അപ്പോൾ വച്ചേക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ ഇതേ അച്ചാർ തന്നെ വേറൊരു ചീനച്ചട്ടിയിലോ ഒരു പാത്രത്തിലോ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഏത് ബോട്ടിലേക്കാണോ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യണതിന് മുമ്പ് എണ്ണ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് തന്നെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെയൊക്കെ ഇരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും കേടായി ഒന്നും പോവില്ല. ഇപ്പം ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല, വിനാഗിരിയോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല.
അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പണി. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വന്നോളും. അത് കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലിലേക്ക് ആക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേനും ഈ ഇരുമ്പൻപുളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വാടിയ പോലെ ആയിട്ടുണ്ടാവും. കണ്ടു, ഇപ്പോൾ അച്ചാർ സെറ്റായിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.